ഇവിടെ ഇത്രയും മീൻ നമ്മളെ വള്ളത്തിലുണ്ട്. നോക്കട്ടെ എന്നെ കൊണ്ടുവന്ന് കുറച്ച് കൊഴിയാളുണ്ട് ചേട്ടാ. കൊഴിയാളെ യാവയാണ് ചേട്ടാ കൂടുതലും. എന്തുമാത്രം മീനാണ് നമുക്ക് കിട്ടിയത്. ഏകദേശം 4 അറയും പിന്നെ 4 പെട്ടിയിലും 5 പെട്ടിയിലും പിന്നെ അവിടെയും കുറച്ച് ഉണ്ട് കേട്ടാ. പിന്നെ കൂടെ തന്നെ കണവ, അങ്ങനെ പലതരം മീനുകളുണ്ട് കേട്ടാ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യത്തെ വല എടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം നമുക്ക് ഉള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് ഏവയും അതുപോലെ തന്നെ കുറച്ച് കണവ ഉണ്ട്. പിന്നെ 2-3 ക്ലാത്തി, മരപ്പാങ്ക്ലാത്തി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. മരപ്പാങ്ക്ലാത്തി ഉണ്ട്. അപ്പോൾ ഇത്രയും മീനാണുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറയുമ്പോൾ ഏവയാണ്, അതായത് കടൽമാക്രി, വലകളെ നശിപ്പിക്കുന്ന ആ മീനാണ് ഏറ്റവും കൂടുതലുള്ളത്. ബഫർ ഫിഷ് എന്ന് പറയും. അപ്പോൾ ആ മീനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ 2-3 ക്ലാത്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ കണവ, സ്കിഡ്. ഐസപ്പം അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മൾ വല അടുത്തെത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് പുളിയാള മീനാണ്. പുളിയാള മീനാണ് നമുക്ക് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. വലിച്ചു തട്ടി പാടി നല്ലപോലെ നിന്നെടുത്താടാ ഉറങ്ങാനേട്ടാ. ഏകദേശം 1.5 അറ കൊഴിയാള മീൻ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ആകുമ്പം ഏകദേശം 1.5 അറ അത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അഞ്ചു അല്ല ഇതിന്റെ മിഞ്ഞങ്ക് ഇരുട്ടിയെന്നാ എപ്പോഴും മീൻ കുടിച്ചെത്തുമ്പോൾ ഒരാൾ കള്ളിയിൽ നിന്ന് വേണ്ട തട്ടുപാടി സൂപ്പറായിട്ട് പോകും. അച്ഛേ മര്യാദ മൊത്തം മീനും കൂടെ ഈ കൂടെ ഇത്രയും മീനാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. വീണ്ടും നമ്മുടെ വല അടുത്തെത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം തട്ടെ
പുള്ളിയാളാണ് ഏട്ടാ, ഈ പ്രാവശ്യവും പുള്ളിയാള മീനാണ്. അപ്പം ഈ പ്രാവശ്യവും 2.5 മീന് കിട്ടിയിട്ടുണ്ട്. 2.5 മീന് കിട്ടി, അത്രയേ ഉള്ളൂ. എൻ്റെ കൂടെ ഏവമുണ്ട് കേട്ടാ, കടൽ മാക്രി. അപ്പോൾ നമുക്കിനി അടുത്ത പ്രാവശ്യത്തെ വല എടുക്കുമ്പോൾ കാണാം. ഇനി ഒരു പ്രാവശ്യത്തെ വല എടുക്കൂടെ കാണാം, അതായിരിക്കും ലാസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീന്. ബാക്കി മീന് പെട്ടിയിലാണ്. ഇവിടെ 4 അറയിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 അറയിലും പിന്നെ അവിടെ ബാക്കി മീനെല്ലാം നമ്മൾ പെട്ടിയിൽ വെച്ച് ഐസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ബാക്കിയൊന്ന് ഐസ് എടുത്ത് മീനൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വലുപ്പം അപ്പോൾ നമ്മൾ കിട്ടിയ മീനും കൊണ്ട് കര വന്നപ്പോൾ വെള്ളം പിടിക്കാൻ സ്ഥലമില്ല. ആ അവസ്ഥയിൽ കിടക്കുക. ഓടി വന്നിട്ടും ബലമില്ലാത്തൊരു അവസ്ഥയായിപ്പോയി. കാരണം ഇവിടെ വെള്ളം പിടിക്കാൻ സ്ഥലമേ ഇല്ല. മൊത്തത്തിൽ കാണിച്ചു വള്ളം കറങ്ങി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കയറ്റാൻ പോലും സ്ഥലമില്ല. ഐസ് അപ്പോൾ ഇത്രയും കണവയാണ് നമുക്ക് ആകെ കിട്ടിയത്. നോക്കി, ഇതിൽ തന്നെ പല ഐറ്റം കണവുണ്ട്. തോണ്ടിക്കണവ, തിരുക്ക് കണവ, ചതക്കണവ, അങ്ങനെ പല ഐറ്റം കണവുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടിയ മീനാണ്. കണ്ടില്ലേ, ഇവിടെ ഇത്രയും മീൻ നമ്മളെ വള്ളത്തിലുണ്ട്. വിൽക്കാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഐസ് വെച്ചിട്ട് ഒടുവിൽ വിൽക്കാമെന്ന് ഇറങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഐസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ചൗക്കിയിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ലഭിക്കുക. അപ്പോൾ നമുക്കൊരു അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.